അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ വഅദ് കേട്ടുള്ളൂ. ഒരേ ഒരു വഅദ് കേട്ട മഹദിയുടെ ചരിത്രം പറഞ്ഞു തരാം. ഒരേ ജീവിതത്തിൽ ഒരേ ഒരു വഅദ് കേട്ടിട്ട് ഈമാൻ ഉറച്ച ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞു തരട്ടെ. ആരുടെ വഅദാണ് കേട്ടതെന്നറിയുമോ? ആരുടെ പ്രഭാഷണമാണ് കേട്ടതെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, മൂസാ നീ പോയിട്ട് വഅദ് പറയണം മൂസാ, നീ പോയിട്ട് വഅദ് പറയണം മൂസാ. പള്ളിയുടെ മുമ്പിലല്ല, ജനങ്ങളുടെ മുമ്പിലല്ല, നീ പോയിട്ട് വഅദ് പറയേണ്ടത് ആരുടെ മുമ്പിലാണെന്നറിയോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് നീ വഅദ് പറയണം മൂസാ. സാധാരണ ഒരാളല്ല മോനെ ഫിർഔൻ, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഫിർഔൻ. സ്വേച്ഛാധിപതിയാണ്, സർവ്വതും തന്റെ കാൽച്ചുവട്ടിലാണെന്ന് പറഞ്ഞ് നടക്കുന്നവന്. അവനെ പോലെ ഒരുത്തനെ പിന്നെ അള്ള ലോകത്ത് ഇതുവരെ പടച്ചിട്ടില്ല. ആ ഫിർഔനിനെ പോലെ ഖിയാമത്ത് നാൾ വരെ വേറെ ഒരുത്തനില്ല. അതുപോലെ ജീവിച്ചവനാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അല്ലാഹനെ കുറിച്ച് വഅദ് പറഞ്ഞു കൊടുക്കണം. മൂസാ നബി പറയുന്നു, കൂട്ടുകാരനായി കൂടെ ഹാറൂൻ നബിയെ കൂടെ വേണം പടച്ചവനെ. അങ്ങനെ ജ്യേഷ്ഠനും മനുഷ്യനും കൂടെ രണ്ട് പ്രവാചകന്മാര് പടച്ചവനെ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നു. എന്നിട്ട് ഫിർഔനിനോട് പറഞ്ഞു കൊടുത്തു, അള്ളയാരാ, അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ, അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി പറയുന്ന, ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്, നിന്നെ പടച്ചവൻ അല്ലാഹുവാണ്, ജീവൻ കൊടുക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. ഫിർഔന് പലതും നിരത്തിയടോ, ഫിർഔന് പലതും കാണിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വഅദ് കേട്ടിട്ട് ആ കൊട്ടാരത്തിൽ പടച്ചവനെ ഫിർഔൻ നന്നായില്ല. ആ വഅദ് കേട്ടിട്ട് ഫിർഔന് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വേറെ ചിലർക്ക് മാറ്റമുണ്ടായി. ആ കൊട്ടാരത്തിലെ ജോലിക്കാരിയാണ്, ആ കൊട്ടാരത്തിലെ വേലക്കാരിയാ മഹ്ദി മാസിത. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരാണെന്നറിയോ? ഈ നാട്ടിലെ ഉമ്മമാരെ, മാസിത എന്ന് പറയുന്ന മഹ്ദിയുടെ ചരിത്രം അറിയുമോ? സീരിയൽ നടിമാരെയല്ലേ അറിയൂ, സിനിമാ നായികമാരെയല്ലേ അറിയൂ. മാസിത എന്ന് പറയുന്ന ഒരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരുന്നു. ആരാ മാസിത? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത. മൂസാ നബിയുടെ പ്രഭാഷണം പടച്ചവനെ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയാ. മാസിത മുസ്ലിമായടോ, മാസിത അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാ. മാസിത തന്റെ ഭർത്താവിനെ മുസ്ലിമാക്കി, തന്റെ മക്കളെ മുസ്ലിമാക്കി. ആരും അറിയാതെ സാക്ഷാൽ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മുസ്ലിമായി ജീവിക്കുകയാണ്. പടച്ചവനെ ഒരാളും അറിഞ്ഞില്ല. ഒരു ദിവസം ഫിർഔനിന്റെ മടലിടം മുടി ചീകുകയാണ്. മുടി ചീകുന്നതിന് വേണ്ടി ഒരു ചീപ്പെടുക്കുമ്പോ പടച്ചവനെ ചീപ്പങ്ങ് താഴെ വീഴുകയാ. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ നിന്ന് ചീപ്പ് താഴെ വീണപ്പോ മാസിത പറഞ്ഞു, എന്ന് പറയുകയാ. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത ആരാ അള്ളയാരാ, ആരാ അള്ളയാരാ? നിങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, ആരാ അല്ലാഹ്
അള്ളയാരാ ചോദിക്കുന്നത് ഫിർഔനിന്റെ മകളാണ്. ഫിർഔനിന്റെ മകള് ചോദിക്കുകയാ ആരാ അള്ളയാരാ? മാഷിത്ത പറഞ്ഞു കൊടുത്തു അള്ളയാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ, ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. നിന്റെ ഉപ്പാനെ പടച്ചത് അള്ളയാണ്, എന്നെ പടച്ചത് അള്ളയാണ്. പടച്ചവനെ മാഷിത്തയോട് ഫിർഔനിന്റെ മകള് ചോദിക്കുകയാ എന്റെ വാപ്പയല്ലേ റബ്ബ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? ഫിർഔനിന്റെ മകളോട് പറഞ്ഞു കൊടുത്തു നിന്റെ വാപ്പയല്ല റബ്ബ്, നിന്റെ വാപ്പാനെ പടച്ച വേറെ ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ മാഷിത്ത പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാ ഫിർഔനിന്റെ മകൾ എന്ത് ചെയ്തെന്നറിയോ? കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് ഓട് ചോദിക്കുന്നു വാപ്പാ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔൻ പറഞ്ഞു ഞാനാണ് റബ്ബ്. എന്തേ നീ അങ്ങനെ ചോദിച്ചത്? പൊന്നാര മകള് പറയുന്നു വാപ്പാ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ട്, നിങ്ങളെ പടച്ച ഒരാ റബ്ബുണ്ട്, ആ റബ്ബിന്റെ പേര് അല്ലാഹ് എന്നാണ്. ആരാ പറഞ്ഞത്? വേലക്കാരിയായ മാഷിത്തയാണ്. റബ്ബേ ഫിർഔനിന് നാണക്കേടായടോ. മാഷിത്താനെ പിടിച്ചുകൊണ്ട് വരികയാണ്. മാഷിത്താനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മാഷിത്ത നീ പറയുന്നത് എന്തേ മാഷിത്ത? ഞാനല്ലേ റബ്ബ്? ഫിർഔനിനോട് പറഞ്ഞു നീയല്ല റബ്ബ്, നിന്നെ പടച്ച വേറെ ഒരു റബ്ബുണ്ട്, ആ റബ്ബിന്റെ പ്രവാചകനാണ് മൂസ. റബ്ബി മൂസ വഹാറൂൻ. മൂസാ നബിയുടെ റബ്ബായ പടച്ച റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാ. ആരുടെ മുഖത്ത് നോക്കിയാ പറയുന്നത്? സാക്ഷാൽ ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ നാണക്കേടായടോ. മാഷിത്തയോട് പറഞ്ഞു നിന്നെ കൊന്നുകളയും മാഷിത്ത, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, നീയല്ല റബ്ബ്, വേറെ ഒരു റബ്ബുണ്ട്. മാഷിത്ത ഉറച്ചു നിൽക്കുകയാണ്. മാഷിത്ത ഉറച്ചു നിൽക്കുകയാണ്. കലിയായടോ, വാശി കൂടിയടോ. അവസാനം എന്ത് ചെയ്തെന്നറിയോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. എന്നിട്ട് പടച്ചവനെ മാഷിത്താനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. മാഷിത്താനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാ. അതാ പാല് കുടിക്കുന്ന കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് മാഷിത്ത നിൽക്കുകയാണ്. തളച്ചു മറിയുന്ന എണ്ണ കാണിച്ചു കൊടുത്തിട്ട് മാഷിത്താനോട് ചോദിച്ചു മാഷിത്ത മതം മാറുമോ മാഷിത്ത? കൊന്നാലും മാറൂലടാ, കൊന്നാലും മാറൂലടാ. എന്ത് ചെയ്തെന്നറിയോ? മാഷിത്തയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. തളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് തലകീഴായി കെട്ടി നിർത്തുകയാ. ചോദിച്ചു മാഷിത്ത ഭർത്താവിനെ കൊല്ലണോ മാഷിത്ത? നിന്റെ ഭർത്താവിനെ എണ്ണയ്ക്കകത്തിട്ട് കരിക്കാൻ പോവുകയാണ്. വല്ല മാറ്റവുമുണ്ടോ? വല്ല മാറ്റവുമുണ്ടോ? മാഷിത്ത തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ സഹോദരാ, തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കകത്തിട്ട് പൊരിക്കുകയാണ്, എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ ഭർത്താവ് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞ് ഷഹീദാവുകയാ. പടച്ചവനെ വാസിയായി. അതാ ഫിർഔനിന്റെ പട്ടാളമുണ്ടല്ലോ, മാഷിത്തയുടെ മൂത്ത മകളെ പിടിച്ചുകൊണ്ടുവരികയാണ്. ഒന്നാമത്തെ മകളെ കൊണ്ടുവന്നു. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു മാറ്റമുണ്ടോ? അവിടെ ഒന്നും മാറ്റമില്ല. ആ പൊന്നുമോളയാ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. പടച്ചവനെ മാഷിത്ത പതറിയില്ല. രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു. രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. തന്റെ ഭർത്താവ് മരിച്ചു, രണ്ടു മക്കളും മരിച്ചു. ബാഹുബലിയുടെ കഥയല്ലടാ ചെറുപ്പക്കാരാ. ഏതെങ്കിലും ഒരു സിനിമാ
കഥയല്ല പറയുന്നത്. നിനക്ക് എവിടെ വേണമെങ്കിലും ചെന്ന് വായിച്ചു നോക്കാം. ആയിഷ ബീവിയുടെ ചരിത്രം നിനക്ക് പഠിക്കാം. അങ്ങനെ തന്റെ ഭർത്താവിനെയും രണ്ട് മക്കളെയും കണ്ണിന്റെ മുമ്പിൽ വെച്ച് പൊരിക്കുകയാ. അല്ലാഹുവേ, മൂന്നാമതെന്ത് ചെയ്തെന്നറിയോ? പാല് കുടിക്കുന്ന കുഞ്ഞിനെ പിടിക്കാൻ വരികയാണ്. പാല് കുടിക്കുന്ന പ്രായമേ ഉള്ളൂ. അല്ലാഹുവേ, മാസിത്ത ബീവിയുടെ കയ്യിലിരിക്കുന്ന ചോര പൈതലുണ്ടല്ലോ, ആ പൊന്നുമോനെ പിടിച്ചു പറിക്കാൻ വരുമ്പോ മാസിത്ത ഉമ്മയാ, മാസിത്ത ഉമ്മയാ പാല് കുടിക്കുന്ന പൊന്നുമോനെ കൊടുക്കുന്നില്ല. തന്റെ പൊന്നാര മകനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. കളിക്കടാ, എല്ലാവരും കളിയാക്കുകയാണ്. തോറ്റുപോയി, മാസിത്ത തോറ്റുപോയി. ഭർത്താവിനെയും രണ്ടു മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞോ. മാസിത്ത തന്റെ പൊന്നാര മകൻ പാല് കുടിക്കുന്ന മോനെ ഇങ്ങനെ മുറുകെ പിടിച്ചു. കാരണം മകനോടുള്ള സ്നേഹം മറ്റുള്ള മക്കളെ പോലെയല്ല. പാല് കുടിക്കുന്ന ചോര പൈതലാണ്. തന്റെ ഉമ്മതാ മാസിത്ത ബീബി പൊന്നാര മകനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ എല്ലാവരും ചിരിക്കുകയാ, എല്ലാവരും കളിയാക്കുകയാ. മാസിത്ത തലകുനിച്ച് നിൽക്കുകയാ. ആ സമയത്ത് എന്ത് അത്ഭുതമാണ് നടന്നതെന്നറിയോ? ആ പാല് കുടിക്കുന്ന ചോര പൈതല് നോക്കുമ്പോ ഉമ്മ കരയുകയാ. എല്ലാരും കളിയാക്കുകയാ. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ സംസാരിക്കുന്ന പ്രായമല്ല, സംസാരിക്കുന്ന പ്രായമല്ല. എന്നാ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ എന്തേ പറഞ്ഞതെന്നറിയോ? യാ ഉമ്മാ ലാ തഖഫ് വലാ തഹ്സൻ. ഉമ്മാ, എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ ദുഃഖിക്കുന്നത്? കൊടുക്കുമ്മ, സ്വർഗത്തിൽ വെച്ച് കാണാമുമ്മ. പാല് കുടിക്കുന്ന കുഞ്ഞാണ് പറയുന്നത്. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകനെ കൊടുക്കുകയാ. തന്റെ പാല് കുടിക്കുന്ന പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഫിർഔനിന്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊന്നുകളഞ്ഞടോ. അവസാനമല്ല മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ, മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാസിത്ത ബീബിയെയും അവസാനം ആ എണ്ണയ്ക്കകത്തിട്ട് കൊന്നുകളഞ്ഞു. ഫിർഔന് വലിയ സന്തോഷമായി. ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ മാസിത്താനെ അവിടുത്തെ കുടുംബത്തെ കൊന്നുകളഞ്ഞല്ലോ. വലിയ സന്തോഷത്തോടെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയ ഇത് മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മൂസാ നബിയുടെ വഅദ് കേട്ട മഹ്ദിയാണ്. മാസിത്തയുടെ ഈ കാണുന്ന മാസിത്തയോട് ചെയ്തത് മുഴുവനും കണ്ടുകൊണ്ട് നിൽക്കുകയാ. ഫിർഔന് ചോദിച്ചു മാസിത്ത, ഫിർഔന് ചോദിച്ചു ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിന് കൊടുത്ത ശിക്ഷ കണ്ടോ? നിനക്കിഷ്ടപ്പെട്ടോ ആസിയ? ലോകം മുഴുവനും എന്റേതാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഫിർഔന്, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുകയാ, ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ എന്ന് ചോദിച്ചപ്പോ ആസിയ ബീവി ചോദിക്കുകയാ, അവള് പറഞ്ഞതിലെന്ത് തെറ്റാവുള്ളത്? ആ പെണ്ണ് പറഞ്ഞതിലെന്ത് തെറ്റാവുള്ളത്? നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടല്ലോ, അതാ റബ്ബി മൂസാ വ ഹാറൂൻ. ഞാനും അവരുടെ കൂടെയാ, ഞാനും
അതേ വിശ്വാസത്തിലാ. ഞാൻ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ആ മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാ. ആരാ പറഞ്ഞത് മോനെ? ഫിർഔനിന്റെ ഭാര്യ. ഫിർഔനിന്റെ ഭാര്യ ഒറ്റ വഅദേ കേട്ടുള്ളൂ, ഒരേ ഒരു വഅദേ കേട്ടുള്ളൂ. ആസിയ ബീബി റളിയല്ലാഹു തആല ഫിർഔനിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു, വല്ലാത്ത ഗ്ലാമറായിരുന്നു ആസിയായിക്ക്. ഗ്ലാമർ കണ്ടിട്ടാ ഫിർഔന് വിവാഹം കഴിച്ചത്. അവസാനം കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ട് നോക്കി. ആസിയ പതറിയില്ല, ആസിത്താനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. അവസാനം പടച്ചവനെ പട്ടിണി കഴിഞ്ഞു, ഉപദ്രവങ്ങൾ തുടങ്ങി. പഴുത്തു കിടക്കുന്ന മലരാരണ്യത്തിൽ കൊണ്ടുപോയി പകല് മുഴുവനും ഇടുകയാണ്, പട്ടിണിക്കിടുകയാണ്. സുന്ദരിയായിരുന്ന ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ തൊലി മുഴുവനും കറുത്തു പെങ്ങള്, എല്ലാം തോലുമായി പെങ്ങള്. എന്നിട്ടും ആസിയ ബീബി പതറിയില്ല, ഒരു പേടിയുമില്ലായിരുന്നു. അവസാനം ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കുന്തം കുത്തിയിറക്കിയപ്പോ ആസിയ അല്ലാഹനോട് പറഞ്ഞതെന്തെന്നറിയുമോ? ആസിയ പടച്ചവനോട് പറയുന്നു, അല്ലാഹനോട് പറഞ്ഞു, ഫിർഔനിന്റെ കൊട്ടാരം വലിച്ചെറിയുകയാ അല്ലാഹ്, ഫിർഔനിന്റെ കൊട്ടാരം വലിച്ചെറിയുകയാ അല്ലാഹ്. ഈ ആസിയാന് വേണ്ടതെന്തെന്നറിയുമോ? ബൈതൻ ഫിൽ ജന്നാ, എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം വേണം പടച്ചവനെ. എനിക്കിതിനു പകരം സ്വർഗത്തിലൊരു കൊട്ടാരം തരണേ പടച്ചവനെ. ആസിയ ബീബി റളിയല്ലാഹു തആല ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹ് പറയുകയാ ഈമാനിന്റെ വിഷയത്തില് നിങ്ങൾ ആസിയാനെ കണ്ടുപിടിക്കണേ, നിങ്ങൾ ആസിയാനെ കണ്ടുപിടിക്കണേ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹ് ആരാണെന്ന് പഠിക്കൂ. അല്ലാഹ് കേറിക്കഴിഞ്ഞാൽ, അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കേറിയ നിന്റെ പേടി പോകും മനുഷ്യ, നിന്റെ ഭയം പോകും മനുഷ്യ. നമുക്ക് അല്ലാഹനെ പേടിയില്ല. ഒറ്റ വഅദ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ മുമ്പിൽ നിന്ന് വഅദ് പറയുന്നത് കേട്ട മഹദിയാണ് ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ഫിർഔൻ നന്നായില്ല, ആസിയ മുസ്ലിമായി. ഒറ്റ വഅദ് കേട്ടുള്ളൂ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല ഒറ്റ വഅദ് കേട്ടുള്ളൂ. മാഷിത്താനെ കൊന്നു. നിങ്ങൾ നോക്കിക്കേ, തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് തന്റെ ഭർത്താവിനെയും 3 മക്കളെയും പൊരിച്ചു. കണ്ണിന്റെ മുമ്പിലിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? കൊന്നാലും മാറൂല. അതൊരു ധൈര്യമാണോ? അതൊരു ധൈര്യമാണോ? ആസിയ ബീബി റളിയല്ലാഹു തആലയോട് മാഷിത്ത ബീബിയെ കൊന്നിട്ട് ഫിർഔൻ കയറി ചെന്നിട്ട് ചോദിച്ചു, ഭർത്താവാ എങ്ങനെയുണ്ട് ഞാൻ ചെയ്തത്? കണ്ടോടി, കണ്ടോ? എന്തേ അവള് പറഞ്ഞതിൽ തെറ്റ്? ഓള് പറഞ്ഞതല്ലേ സത്യം? നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബില്ലേ? മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആസിയ ബീബി റളിയല്ലാഹു തആല കൊടുക്കാവുന്ന പീഡനങ്ങൾ മുഴുവനും കൊടുത്തു, പതറിയില്ല. കാരണം എന്തേ? അല്ലാഹ് കേറിയാൽ അങ്ങനെ പടച്ച റബ്ബ്. 500 കൊല്ലമൊന്നും മുസ്ലിമായി ജീവിക്കണ്ട, 1 മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ് മതി. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് അല്ലാഹനെ കുറിച്ച് ദഅവത്ത് നടത്തിയപ്പോൾ കയ്യിലിരുന്ന കമ്പ് തറയിലിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. ഫിർഔൻ പറഞ്ഞു, എൻ്റെ അടുക്കലുണ്ട് ഇതിനെക്കാളും വലിയ മാജിക്ക്. നിന്റെ അടുക്ക മാത്രമല്ല, ധൈര്യം ഉണ്ടെങ്കിൽ അവർ മത്സരം നടത്താം. പറ്റുമെങ്കിൽ നീ വാ, എന്റെ ആൾക്കാരെ ഞാനും കൊണ്ടുവരാം. നീയും വാ, നമുക്കൊരു മത്സരം നടത്താം. അങ്ങനെ വലിയ ഗ്രൗണ്ടിൽ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഫിർഔനിന്റെ ആൾക്കാർ അവരുടെ കയ്യിലിരുന്ന കമ്പും വള്ളികളും താഴെയിട്ട് പാമ്പുകളാക്കി കാണിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന കമ്പ് താഴെയിട്ട് വലിയൊരു പാമ്പായി. ആ മറ്റുള്ള പാമ്പുകളെ മുഴുവനും അത് വിഴുങ്ങി. ഇത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്ന ആൾക്കാർക്ക് മനസ്സിലായി മൂസ പറയുന്നത് സത്യമാണെന്ന്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടനെ ഫിർഔനിന്റെ പുറകിൽ നിന്ന് മൂസാ നബിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഫിർഔൻ പറഞ്ഞു, നിന്നെയൊക്കെ ഞാൻ കൊന്നുകളയുമെന്ന്. 1 മിനിറ്റേ ആയുള്ളൂ മുസ്ലിമായിട്ട്. 40-50 കൊല്ലമൊന്നും ആയില്ല, 1 മിനിറ്റേ ആയുള്ളൂ മുസ്ലിമായിട്ട്. മൂസാ നബിയുടെ കൂടെ കൂടിയവരോട് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ കയ്യും കാലും ഒക്കെ ഞാൻ മുറിച്ചെടുക്കും, നിങ്ങളെ കൊന്നുകളയും. ആ സമയത്ത് ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞ മറുപടി, നിനക്ക് ദുനിയാവിലല്ലേ ചെയ്യാൻ പറ്റൂ, ആഖിറത്തിൽ വെച്ചിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ഇതാണ് അല്ലാഹ്. ഒരാളുടെ ഹൃദയത്തിനകത്ത് അല്ലാഹ് കയറിയ അവൻ അല്ലാഹനല്ലാതെ വേറെ ആരെയും പേടിയുണ്ടാകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ ആർക്കാ അല്ലാഹനെ പേടിയുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും അല്ലാഹനെ പേടിയുണ്ടോ? നമുക്ക് അല്ലാഹനൊന്നും പേടിയില്ലടോ. മനുഷ്യന്മാരെയാ നമുക്ക് പേടി, അധികാരികളെയാ നമുക്ക് പേടി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്ക് പേടിയാരാ? അല്ലാഹനൊന്നും നമുക്ക് പേടിയില്ല. ഉസ്താദെ, അല്ലാഹ് പടച്ചോനെ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, നാട് കടത്താൻ പോകുന്നു, നമ്മളൊക്കെ എങ്ങോട്ട് പോകും ഉസ്താദെ? എങ്ങോട്ട് പോകണം? പോകേണ്ടടുത്ത് പോകണം. നമ്മൾ എന്താ പറയാ? പടച്ചോൻ ഇതൊക്കെ വന്നോ? അല്ലാഹ് എടാ ചങ്ങാതി, നീ എവിടാ കിടക്കണ? രണ്ട് സൈഡും ഒരു തിരക്ക് കയറി ഇറങ്ങി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ കിടക്കണ നീയാ പൗരത്വ ബില്ലും ഏക സിവിൽ കോഡും കണ്ട് പേടിച്ച് കിടക്കണത്. ഒന്ന് ആലോചിക്കേ. നമുക്ക് അല്ലാഹനൊന്നും പേടിയില്ലടോ, മനുഷ്യന്മാരെയാ പേടി. സഹോദരൻ, നമ്മളിപ്പോ എല്ലാരും ചോദിക്കുന്നു, ഉസ്താദേ ഒക്കെ ഇങ്ങനെ വരുമല്ലേ, ഇവരൊക്കെ അധികാരം മൊത്തം പിടിക്കല്ലേ, ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം, അത്ര തന്നെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ, ഏക സിവിൽ കോഡ് വന്നാ വരട്ടെ, പൗരത്വ ബില്ല് പാസ്സാക്കട്ടെ. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അല്ലാഹ് ചോദിച്ചെന്തെന്നറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, ഓസിന് കയറി പോകാൻ പറ്റുമോ സ്വർഗ്ഗത്തിൽ? അല്ലാഹ് ചോദിക്കുക, നീ എന്താ വിചാരിച്ചേ? എടാ, ഈ നാട്ടിൽ പറഞ്ഞെങ്കിൽ തന്നെ പാസ് എടുക്കണ്ടേ? എന്തെല്ലാം കഷ്ടപ്പാടെടുത്തിട്ട് ഇങ്ങോട്ട് വരിക. അല്ലാഹ് ചോദിച്ചു, നീ എന്താ വിചാരിച്ചേ? കൊച്ചി പോലെ കരയാന്ന് കയറങ്ങോട്ട് പോയാൽ അല്ലാഹ് പറയല്ല മോനെ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിന്റെ മുൻഗാമികൾ മുസ്ലിമായവരെ കൊണ്ടുവന്ന് കുഴിക്കകത്ത് ഇറക്കി നിർത്തും. എന്നിട്ട് ഈ തടിമുറിക്കണ വാള് കൊണ്ടുവന്നിട്ട് ഈ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കും, മതം മാറുമോന്ന്. ഇല്ലാന്ന് പറഞ്ഞ തടി മുറിക്കുന്നത് പോലെ രണ്ട് കഷ്ടമാക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിന്നോട് നാട് കടത്തുമെന്ന് പറയുമ്പോഴേ നീ ഇവിടെ പേടിച്ച് വരണ്ട് കഴിഞ്ഞു. നമ്മളിപ്പോഴേ പേടിയാ. പടച്ചോനെ പോണോന്ന് പറഞ്ഞാ പോണം, അത്ര തന്നെ. അത് റബ്ബിന്റെ തീരുമാനല്ലേ. അല്ലാഹയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഉസ്താദേ, ഉരുൾപൊട്ടുന്നു അല്ലേ? ഭൂകമ്പമുണ്ടായി കേരളത്തിൽ വയനാട് ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എത്ര മനുഷ്യന്മാരാ മരിച്ചുപോയെ? ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ ഒന്നുമില്ലടോ. ഒരു രാത്രി നേരം വെളുത്തപ്പോ എല്ലാം കഴിഞ്ഞു, എല്ലാരും പോയി. പടച്ചോനെ, എല്ലാം തകർന്നു പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ ഈ നിരീശ്വരവാദികൾ ചോദിക്കുന്നു, ദൈവം എവിടെ പോയെന്ന്. ഈ മനുഷ്യന്മാരെ മൊത്തം കൊന്നുകളഞ്ഞത് ദൈവമല്ലേ എന്ന്. എന്റെ പൊന്നാര സഹോദരൻ, നിനക്ക് ദൈവത്തെ തിരിയാത്തത് കൊണ്ടാ. ജനങ്ങളെന്താ വെക്കണേ? ഈ ദൈവം എല്ലാത്തിനും കൊന്നുകളഞ്ഞല്ലോ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും ഈ പ്രകൃതി, ഈ ഭൂമി മുഴുവനും തകരുമല്ലോ. വയനാട് മാത്രമല്ലല്ലോ, ഈ ലോകം മുഴുവനും തകരുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. എന്റെ മനുഷ്യന്മാരുടെ സ്വഭാവം, നമ്മൾ മരിച്ചുപോയവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇതിനകത്ത് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കണം. ഒരു അദാബ് ഇറങ്ങുമ്പോൾ, ഒരു ശിക്ഷ ഉണ്ടാകുമ്പോൾ അതിനകത്ത് എല്ലാവരും ഉണ്ടാകും. മരിച്ചവർക്ക് അല്ലാഹു വലിയ പദവി കൊടുക്കും, വലിയ സ്ഥാനം കൊടുക്കും, അല്ലാഹു സ്വർഗം കൊടുക്കും. എത്രയോ നല്ലവർ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവിയും സ്ഥാനവും കൊടുക്കുന്നു. ആ ജീവനോടെ തിരിച്ചു കിട്ടിയവരെ സഹായിക്കാൻ നിങ്ങൾ നോക്കിക്കേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അവരെ സഹായിക്കാൻ തയ്യാറായില്ലേ? കോടിക്കണക്കിന് രൂപ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫാമിലി പറയുന്നു, മക്കളില്ല ഞങ്ങൾക്ക്, മക്കളെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാ, അച്ഛനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാ, ആരുമില്ലാത്ത പാപങ്ങൾ ഏറ്റെടുക്കാൻ. ഒരു കുട്ടി എനിക്കിതാ, ഒരു കുഞ്ഞിനെ, ഒരു പെണ്ണ് പറയാ, മുല കുടിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഒന്ന് അരിച്ചു നോക്കി നമ്മുടെ നാട് എവിടെ എത്തിക്കുന്ന ഇത്രയും സാഹോദര്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കളക്ടർ പറയുന്നു, ഇനി സാധനം ഞങ്ങൾക്ക് വേണ്ട. വയനാട് കളക്ടർ പറയാ, ഇനി സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തുവിടണ്ട, വേണ്ട, മതി. ആവശ്യത്തിനുള്ള സാധനമായി എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വീട്, കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ജനങ്ങൾ. കോടിക്കണക്കിന് രൂപ, പള്ളികൾ, മഹല്ലുകൾ. ഞങ്ങൾ എനിക്കറിയുന്ന നാദാപുരം ഭാഗത്തുള്ളവർ എന്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ ഒരു വോയിസ് ഇട്ടതാ ഉസ്താദെ, ഞങ്ങളുടെ മഹല്ല് വഴി ഒരു വീട് വെച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ഉംറയ്ക്ക് വരുന്ന ഒരു ഉസ്താദിന്റെ കുടുംബത്തിൽ 15 പേരാ മരണപ്പെട്ടു പോയത്. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ മഹല്ലുകൾ എങ്ങനെ ആവേണ്ടത്, ഒരു വോയിസ് ഇട്ട് തരാൻ പറഞ്ഞു. ഞാനൊരു വോയിസ് ഇട്ട് കൊടുത്തു. ഞാൻ ഇങ്ങനെ വാഴ കയറുമ്പോഴും പറഞ്ഞു, ഉസ്താദെ 16 ലക്ഷം രൂപയായി, മതി ഉസ്താദെ വീട് വെക്കാൻ. അപ്പൊ ചോദിച്ചു, സ്ഥലം ആർക്കെങ്കിലും ഉണ്ടോ? വീട് വെക്കണമെങ്കിൽ സ്ഥലം വേണമല്ലോ. ആർക്കും സ്ഥലമില്ല. 5 സെന്റ് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു വേറൊരു സഹോദരൻ. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ.
എടോ ഇതൊക്കെയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അപ്പോഴും കലക്കാൻ കുളം കലക്കണതാണ് അങ്ങനെയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ദൈവത്തോട് ദൈവമില്ല എന്ന് പറയുന്നവർ ഇതൊക്കെ അത് മനസ്സിലാകേണ്ട സമയത്ത് മനസ്സിലാകാത്തവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ അല്ലാഹനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈമാൻ ഉറയ്ക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ സഹോദര? ഉമ്മാടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോ നിന്റെ എല്ലാം അല്ലാഹ് എഴുതി കഴിഞ്ഞില്ലേ? എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന 4 മാസമായപ്പോ എന്റെ സർവ്വ ഞാൻ എത്ര വയസ്സ് വരെ ജീവിക്കും? എന്റെ റിസ്ക്, എന്റെ ആയുസ്, എന്റെ എല്ലാ കാര്യങ്ങളും. എടോ ഞാൻ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വരാനും ഇവിടത്തെ വീടുകളിൽ എനിക്ക് ഭക്ഷണം എഴുതിയിട്ടുണ്ട്, അത് തിന്നാൻ പത്തനാപുരത്ത് കിടന്ന് ഞാൻ ഇവിടെ വന്നില്ലേ? പത്തനാപുരത്ത് കിടന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് ആഹാരം കഴിച്ചില്ലേ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ ഇന്ന് ഇവിടെ വരേണ്ട ആളാ. ഞാൻ നേരെ അകത്തിയിൽ വന്നിറങ്ങി അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് വരാൻ നിന്ന ആളാ. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇവിടെ മഴ വന്നു, താമസിച്ചു. ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് റിസ്ക് അവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ റിസ്ക് ഇന്ന് ഇവിടെയാ. ഒരു സഹോദരൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു, ഞാൻ കഴിച്ചു. ഓരോ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിലും അല്ലാഹു അവനവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. സിറാജ് എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് 4 മാസമായപ്പോഴേ അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് തട്ടിമാറ്റാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ സഹിക്കണം, നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം. അത് റബ്ബിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഖലാ. നമുക്കത് മനസ്സിലാക്കേണ്ട. നമ്മൾ അവിടെയാ പഴച്ചുപോയത്, നമുക്ക് തെറ്റുപറ്റിയത് എവിടാ? അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, ഈമാൻ കാര്യം മാറണം. അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, മലക്കുകളെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ കാര്യത്തിൽ വിശ്വാസമുണ്ടോ? ഇത്തിരി കുറവുണ്ട്. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭയം നമ്മൾ മാറ്റണം. അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പേടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ഈമാനുള്ളവരല്ലേ? ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്കും 2ാമത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. എന്തിന്? എടാ നീ മരിച്ച ഇത് വിളിക്കാനുള്ള സമയം പോലും ഇല്ല, കൊണ്ട് കബറടക്കണം. ബാങ്കു ഇഖാമത്തും ജനിച്ചപ്പോഴേ ഒതി വിളിച്ചു വെച്ചിരിക്കുക. എന്തിന്? മരിച്ചു കഴിഞ്ഞ അപ്പ അടക്കണം, സമയമില്ല. അത്രത്തോളമേ നമ്മുടെ ജീവിതമുള്ളി എന്ന് മനസ്സിലാക്കാനാ ഇതൊക്കെ മുൻകൂട്ടി നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ നമ്മൾ പേടിച്ച് നടക്കുകയാ. അല്ലാഹനെ നമുക്ക് പേടിയില്ല, അല്ലാഹനെ നമുക്ക് പേടിയില്ല. ആ പേടി മാറണം. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിനെ നമ്മൾ ഭയന്നു നോക്ക്. എല്ലാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമടോ. അല്ലാഹനെ നമ്മൾ ഭയന്നു കഴിഞ്ഞ എന്തിനാ ഭൂരിപക്ഷം ന്യൂനപക്ഷമൊക്കെ? എന്തിനാ സഹോദര 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോയപ്പോ അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നല്ലോ. ഇവിടെ മജ്‌ലിസിൽ നൂറ് പാരായണം ചെയ്യുമല്ലോ. അതാ 313 വരുന്ന സ്വഹാബത്ത് ഒടിഞ്ഞ വാളും അതാ പടച്ചവനെ തുരുമ്പിച്ച പരിചയം ഒട്ടിയ വയറുമായിട്ട് കടന്നു പോകുമ്പോ ഒരു സ്വഹാബി നബിതങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യുദ്ധത്തിന് പോകാമെന്നതാ നബിയേ, യുദ്ധത്തിന് പോകാമെന്നതാണ്. എന്റെ കയ്യിൽ വാളില്ല, പരിചയില്ല, കുന്തമില്ല. വെറും കയ്യോടെ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സങ്കടം പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തു. ഈന്തപ്പന മരത്തിന്റെ മടല് താഴെ കിടക്കുകയാണ്. ആ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൊക്കൊള്ളാൻ. സുബ്ഹാനല്ലാഹ്. സ്വഹാബി പറയുകയാ, ഈന്തപ്പന മടലുമായി ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോയെന്ന് പറയുമ്പോ അത് മതിയായിരുന്നടോ, അത് മതിയായിരുന്നടോ. അതുകൊണ്ട് പേടിയൊക്കെ കളയൂ, എല്ലാ ഭയങ്ങളും കളയൂ. എന്നിട്ട് നീ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി നോക്ക്. മഗ്രിബ് നമസ്കാരത്തിൽ ഖതീബ് ഓതുമല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ.
ഒരിക്കലെങ്കിലും നീ അതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ സൂറത്തിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്ക്. നിന്റെ പേടി പോകും മോനെ, നിന്റെ ഭയം പോകും മോനെ. നീ അതാ ന്യൂനപക്ഷമാണെന്നുള്ള പേടിയൊന്നും നിനക്ക് വേണ്ട. എന്താണല്ല പറയുന്നതെന്നറിയോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അബ്രഹത്തെന്ന് പറയുന്ന ഭരണാധികാരി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് മക്കയിൽ വരികയാ. മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ, അതുകൊണ്ട് ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് കഅബാലയം പൊളിക്കാൻ വന്നു. എന്ത് ചെയ്തെന്നറിയുവോ? എന്ത് പറ്റിയതെന്നറിയോ? അബാബീലെന്ന് പറയുന്ന ചെറിയ പക്ഷിയുണ്ടല്ലോ, കുരുവിയോളമുള്ള ചെറിയ പക്ഷിയുണ്ടല്ലോ, ആ പക്ഷിയെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയോ? എടോ പശുവ് പുല്ല് തിന്നിട്ട് അതാ വയറ് നിറഞ്ഞു കഴിയുമ്പോ ബാക്കി വന്നത് ചവിട്ടി തേച്ച് കളയുമല്ലോ, അതുപോലെ കളഞ്ഞടോ അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു അതുപോലെ തകർത്ത് കളഞ്ഞെന്ന് ഖുർആൻ പറയുമ്പോ ഇത് വെറുതെ പറഞ്ഞ കഥയല്ല, വെറുതെ പറഞ്ഞ ചരിത്രമല്ല, ചരിത്രം ആവർത്തിക്കാനുള്ളതാ. ചരിത്രമെന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കാനുള്ളതാണ്, അത് പലർക്കും പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരാ, നീ നിന്റെ കാര്യം നോക്കൂ. നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. ആരെയും വേദനിപ്പിക്കണ്ട, ഒന്നും പിടിച്ചു പറിക്കാൻ പോകണ്ട, നീ ഒരു പ്രക്ഷോഭവും നടത്തണ്ട. നീ ചെയ്യേണ്ടത് നിന്നെ പടച്ച അല്ലാഹുവിനെ നീ അനുസരിക്കൂ. ആ പടച്ച റബ്ബിനെ നീ അനുസരിച്ച എല്ലാ റബ്ബ് തരുമടോ. എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരും. നീ മുസ്ലിമല്ലേ, എന്തിനാ പേടിക്കുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന് എന്റെ സഹോദരാ ഖുർആൻ പറയുന്നല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയതാരെയാ? ചിന്തിക്ക സഹോദരാ, ചിന്തിക്ക സഹോദരാ. അതുകൊണ്ട് നിന്റെ പേടി കളയടോ, നിന്റെ പേടി കളയടോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദരാ. അല്ലാഹു പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പേടിപ്പിക്കുമടോ, അല്ലാഹു ഭയപ്പെടുത്തുമടോ, അല്ലാഹു ഭയപ്പെടുത്തുമടോ, പലതും നിന്നെ കാണിച്ച് ഭയപ്പെടുത്തുമടോ. അത് അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഖുർആൻ നിന്റെ ഈമാൻ അളക്കാൻ അല്ലാഹു സത്യവിശ്വാസികൾക്ക് ചില പരീക്ഷണങ്ങൾ കൊടുക്കും. ആ പരീക്ഷണങ്ങളിൽ പെട്ട ഒന്ന് നിന്നെ അല്ലാഹു ഭയപ്പെടുത്തും. നീ പേടിച്ച് ഓടുകയോ ഇല്ലയോ എന്ന് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നാമത്തെ പരീക്ഷണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഓടേണ്ട വരും, പേടിക്കേണ്ട വരും. നിന്നെ പേടിപ്പിക്കും അല്ലാഹ്. തോറ്റുപോകരുത്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെ എന്തെങ്കിലും പറഞ്ഞാൽ തോറ്റുപോകില്ല. അല്ലാഹ് പറഞ്ഞതാ, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ആരെയാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളെയല്ലേ ഭയപ്പെടുത്തിയത്? നബിതങ്ങള് സഹാബത്തിന് മുഴുവനും മക്കത്ത് നിന്ന് മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. അവസാനം നബിതങ്ങൾ പോകാൻ തീരുമാനിച്ചു. നബിതങ്ങളെ ഹിജറ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വീടിനകത്ത് കയറിയപ്പോ ശൈത്താൻ പോയി പറഞ്ഞു കൊടുത്തു എന്ന ചരിത്രം പറയണേ. മുഹമ്മദ് നാട് വിടാൻ പോകുന്നു, കൊല്ലണമെങ്കിൽ എന്ന് കൊന്നോണം, ഇനി കിട്ടൂല.
അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ആയുധ പരിശീലനം നടത്തിയ യോദ്ധാക്കള്, എടാ ആരുടെ കൈ കിട്ടിയാലും കൊല്ലണം, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. കൈ കിട്ടുന്നവൻ കൊന്നോണം, ഭ്രാന്ത് പിടിച്ചതുപോലെ വളഞ്ഞു നിൽക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി ഇറങ്ങാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ ആ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ ഒരു ആയത്തിൽ ഓതിക്കെ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബിതങ്ങളോട് പറഞ്ഞു, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിൽ ഊതിയിട്ട് വാതിൽ തുറക്കണം, 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകൊള്ളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയെ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കോ? ആ ചങ്ങാതി ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ കടക്കാൻ നബി, എനിക്ക് എന്നെ പേടി, കടക്കാൻ പറഞ്ഞ കടക്കാം. അള്ളാന്റെ റസൂൽ ഒരുപടി മണ്ണ് വാരി ആയത്തോതി വാതില് തുറന്നിട്ട് 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഈ ഊരിപ്പിടിച്ച വാളും കൊണ്ട് കാത്തു നിന്നവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ നബിതങ്ങൾ ഇറങ്ങിപ്പോയടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. AK-47 പിടിച്ചിട്ടായിരുന്നോ? ആറ്റം ബോംബ് കെട്ടിയിട്ടായിരുന്നോ? അല്ലല്ലോ, നെഞ്ചും പിരിച്ചു പോയില്ലേ? KGF നായകനൊന്നുമല്ല, ഇങ്ങനെ ചില നായകന്മാര് നമുക്കുണ്ടായിരുന്നു. നബിതങ്ങൾ നെഞ്ചും പിരിച്ചിട്ട് ഓടിയില്ലല്ലോ, കണ്ണിന്റെ മുമ്പിൽ കൂടെ നബിതങ്ങൾ ഇറങ്ങിപ്പോയി. കണ്ടോ ആരെങ്കിലും പിടിച്ചോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. വരുന്ന അബൂബക്കറെ കൂടെ വരുന്ന നബിയെ പോയി. പോകുന്ന വഴിയിൽ അവസാനം നബിതങ്ങൾ ചരിത്രം പഠിച്ചവരാ ഗുഹയ്ക്കകത്ത് കയറി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ചിട്ട് ഇങ്ങനെ കിടക്കാ. അബൂബക്കർ തങ്ങൾ നോക്കുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ മുഹമ്മദ് നാട് വിട്ടെന്നറിഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ വന്നിരിക്കുക, കൊല്ലാന് ശത്രു മുകളിൽ നിൽക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ നോക്കുമ്പോ പേടി ഇങ്ങനെ വിറച്ച് അബൂബക്കർ തങ്ങൾ വിറക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ? മുകളിൽ ശത്രു എത്തിക്കഴിഞ്ഞു നബിയെ, ശത്രുക്കൾ മുകളിൽ എത്തിക്കഴിഞ്ഞ നബിയെ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ച ഈ ഗുഹയ്ക്കൊക്കെ തടിക്കാൻ നബിയെ. അവൻ എങ്ങാനും ഒന്ന് താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊല്ലും. നബി തങ്ങൾ ചിരിച്ചടോ. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുക. എന്തേ നബിയെ ചിരിക്കണേ? ശത്രു മുകളിൽ വന്ന് നിൽക്കുന്ന സമയം എന്തേ നബിയെ ചിരിക്കണേ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. അബൂബക്കറെ, നമ്മൾ 2 പേരും മാത്രമല്ല, 3ാമതൊരാൾ ഇതിനകത്തുണ്ട്. നീയും ഞാനും മാത്രമല്ല, 3ാമതൊരാളുണ്ട്. ആര്? അല്ലാഹ്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കേട്ടോ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? നബിതങ്ങൾ ചോദിക്കുക, അബൂബക്കറെ, ഈ മുകളിൽ നിൽക്കുന്നവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അവനെ പടച്ച അല്ലാഹ് വിചാരിക്കണം. എന്തിനാ പേടിക്കണ സഹോദര? അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കാനാ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാ അല്ലാഹ് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ലടോ. നമ്മളാകെ സഹായിക്കേണ്ട ആളാരാ? അല്ലാഹ്. ആ അല്ലാഹനെ നമ്മൾ മാക്സിമം വെറുപ്പിച്ചു വെച്ചിരിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് കാക്കുമാറാകട്ടെ. ആദ്യം വെറുപ്പിച്ചത് ആരാ? അല്ലാഹനെ. ആദ്യം നമ്മൾ വെറുപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലാഹനെ. ഞാൻ ചോദിച്ച ചുമ്മാതല്ല, തെറ്റ് ചെയ്യാൻ പേടിയുണ്ടോ നമുക്ക്? പണ്ടൊരു വീടി വലിക്കണമെങ്കിൽ പേടിയല്ലേ? ആണോ? അല്ലേ? ധൈര്യത്തിൽ വലിക്കുമല്ലോ. ഒളിച്ചും പാത്തും നിന്നാ പലരും വീടി വലിക്കുന്നത്. ഒരു തെറ്റ് ചെയ്യാൻ പണ്ടുള്ളവർക്ക് പേടിയായിരുന്നു. ഇപ്പൊ പേടിയുണ്ടോ? എടോ, നമ്മൾ നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേപോലെ നന്മയും ചെയ്യും തിന്മയും ചെയ്യും. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. പണ്ട് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളി വരുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? വരുവോ? അല്ലോ. ഒരു 10-15 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളി വരുവോ? ബോറടിക്കുന്നുണ്ടോ?
11:30 ചുമ്മാതല്ല വാച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്. 11:20 ആയതല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കണല്ലോ. ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കിക്കേ, പണ്ട് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളി വരുമോ? വ്യഭിചരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളി വരുമോ? എടോ, കള്ളു കുടിക്കുന്നവൻ പള്ളി വരുത്തില്ല, പള്ളി വരുന്നവൻ കള്ളു കുടിക്കൂല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ തിന്നുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ പലിശ തിന്നൂല. അത് പണ്ട്. ഇപ്പോഴോ കഞ്ചാവടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുന്ന കാലം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ വരുവോ? ഇപ്പൊ നിസ്കരിക്കാൻ വ്യഭിചരിക്കുന്നവൻ പള്ളി വരുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? വരുവോ? ഇല്ലേ? 101% വരും. അവൻ നിസ്കരിക്കുകയും ചെയ്യും, കഞ്ചാവടിക്കുകയും ചെയ്യും. അവൻ നിസ്കരിക്കുകയും ചെയ്യും, വ്യഭിചരിക്കുകയും ചെയ്യും. പണ്ട് കള്ളു കുടിക്കുന്നവൻ പള്ളി കയറൂല, വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല. ഇപ്പൊ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്നവൻ വരെ വ്യഭിചരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്നവന്റെ യോഗ്യത നോക്കി അവൻ 2 കേസിലെ പ്രതികളാണ്. ഇവിടെ പലിശ കച്ചവടം നടത്തുന്ന ഇവിടെ ലോട്ടറി ഉണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ലോട്ടറിയിലെ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഇത് ആർക്കാ അല്ലാഹ് ചെയ്യണേ എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയുന്ന ശബ്ദം വല്ലതും ഉണ്ടോ? ഇവിടെ അല്ലടോ പള്ളിക്കകത്ത്. ഉസ്താദ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആമീൻ, അല്ലാഹ് നരകത്തീനെ ആക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഓ, എവിടെ സ്വർഗം? ചാരി ഇരിക്കുക. വാപ്പാടെ വായിക്കകത്ത് നാവുണ്ടോ എന്ന് നോക്കണം. ആമീൻ പറയുന്ന ശബ്ദമൊന്നും ഇല്ല. ഖത്തീബ് തന്നെ ചിന്തിക്കുക ഇത് ആർക്കാ? ഞാൻ പണ്ട് പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലിക്ക് ഒരു മരിച്ച വീട്ടിൽ എന്നെ കൊണ്ടുപോയി. എനിക്കൊന്ന് 3 or 7 കണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. മരിച്ച വീട്ടിൽ പോയിട്ട് യാസീൻ ഓതണമെന്ന് പറഞ്ഞു. ഞാൻ യാസീനൊക്കെ ഓതി. കൂടെ ഒരു ഉസ്താദും ഉണ്ട്. യാസീനൊക്കെ ഓതി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു, കാക്ക ദുആ ചെയ്യാൻ പോകുന്നു, വരാൻ. ഉസ്താദ് ദുആ ചെയ്തോളാം. ഞാനും ഉസ്താദ് റൂമിനകത്തിരിക്കുന്നു. ആ മരിച്ച മനുഷ്യന്റെ ബന്ധുക്കളോട് പറഞ്ഞു ദുആ ചെയ്യാൻ പോകുന്നു, വരാൻ. ഉസ്താദ് ചെയ്തോളാം. 1 വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു. അവര് ചോറ് വിളമ്പുന്ന തിരക്കില്ല. ഞാൻ യാസീൻ ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യും പടച്ചോനെ? ഞാൻ ദുആ ചെയ്തു, അല്ലാഹ് ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കവറിൽ എത്തിപ്പെടുത്തേക്കണേ അല്ലാഹ്. ഞാൻ എന്തിനാ വെറുതെ വേസ്റ്റാക്കി കളയണേ? വെറുതെ എന്തിനാ? അവർക്കാർക്കും വേണ്ട. ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി, ഈ ചങ്ങാതി വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കൊടുക്കാൻ. ഇത് എന്റെ ഒരു അനുഭവമാണ്. ഇതുപോലെ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥ. എന്നാൽ ഇപ്പം നോക്കിക്കേ, ഉസ്താദ് ഒരിക്കൽ ദുആ ചെയ്യുന്നുണ്ട് പള്ളിയിൽ. അപ്പോൾ ഒരു ആമീൻ കേൾക്കുന്നു. ഒരാമീൻ കേൾക്കുന്നുണ്ട്. ഉസ്താദ് നോക്കുന്നു, ആരാ അല്ലാഹ് ഉണക്ക് കാലത്ത് മഴ പെയ്ത പോലെ ഈ ആമീൻ പറയണത്? ഒരു ചങ്ങാതി 2 കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഉഷാറായി. അൽഹംദുലില്ലാഹ്, ഉസ്താദിന്റെ ദുആ നീണ്ടു. ഉസ്താദ് ദുആ ചെയ്യുന്നതിനനുസരിച്ച് ചങ്ങാതി ആമീൻ 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 ഉറക്കെ പറയുന്നുണ്ട്. അപ്പൊ അടുത്തിരിക്കുന്ന വാപ്പമാരൊക്കെ തലപൊക്കി നോക്കുന്നു, ആരാ അല്ലാഹ് ഇന്ന് പതിവില്ലാതെ പള്ളിയിൽ? താരാ ഇങ്ങനെ ആമീൻ പറയണേ? അപ്പൊ ഉസ്താദിനും വലിയ വല്ലാത്ത. ഉസ്താദ് ഇവനെ ഒന്ന് നല്ലതുപോലെ നോക്കി. ഈ 2 കൈയും പൊക്കിപ്പിടിച്ചിട്ട് ആമീൻ പറയണ ചങ്ങാതിയെ നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ അവന്റെ പോക്കറ്റിൽ തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ, ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടാ ഈ പഹയൻ ആമീൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരാ? പലിശ പിടിക്കുന്നവനാ 1ാം സഫിൽ ഇരുന്നിട്ട് എന്ത് പറയണത്? ആമീൻ പറയണത്. എവിടെ എത്തിയിടോ? അള്ളാനെ ആർക്കാ പേടിയല്ല? അള്ളാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്ക് അള്ളാനെ പേടിയില്ലാതായിപ്പോയി. നമ്മുടെ അവസ്ഥ ഏതാ? നമുക്ക് അള്ളാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, അവർ അള്ളാനെ അറിഞ്ഞവരാ. അള്ളാനെ അറിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ആരെയും പേടിയില്ല. അത് അവർക്ക് മാത്രമുള്ളതല്ല, നമുക്കും ഉള്ളതാണ്. അള്ളാനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ വല്ലാഹി സത്യം നമ്മുടെ ഭയം പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാനെ മനസ്സിലാക്കിയ അള്ളാനല്ലാതെ ഈ ലോകത്ത് ഒരാളെയും ഭയക്കൂല. നിന്റെ കാൽ ചുവട്ടി വരും എല്ലാരും. നീ ആരെ ഭയക്കുന്നു? നീ വലിച്ചെറിഞ്ഞു നോക്കിക്കേ. ഒരുത്തനെയും പേടിക്കാതെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നീ ജീവിക്ക്. അതിന് വിപ്ലവം നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ അള്ളാഹുവിനെ ഭയക്കുക. നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ കുടുംബം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുക. നമ്മൾ ചോദിക്കും, ഉസ്താദേ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ പറ്റുമോ? എടാ, ഇയാളൊക്കെ വലതു പറയണ പോലെ ജീവിക്കാനാണെങ്കിൽ വല്ല സ്വർഗത്തിലും പോകണം. എല്ലാം പറ്റുമോ? നിസ്കരിക്കണം, സുന്നത്ത് പിടിക്കണം, അത് പിടിക്കണം, ഇത് പിടിക്കണം, തലമറയ്ക്കണം, മുടി കാണിക്കാൻ പാടില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? എടോ, ആസിയ ബീവി ജീവിച്ച എവിടാ? ഫിർഔനിന്റെ കൊട്ടാരത്തില്. അവൻ ആരാ? അവനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് നടക്കുന്നവൻ.
അള്ളാന്നെങ്ങാനും പറഞ്ഞ അവൻ കൊന്നുകളയും. അങ്ങനെ പറയുന്നവന്റെ വീടിനകത്ത സ്വന്തം ഭാര്യ അള്ളാനനുസരിച്ച് ജീവിച്ചത്. നിനക്കറിയോ അവന്റെ അവസ്ഥ? നിനക്കറിയോ സഹോദര, അവനെ പോലെ ലോകത്ത് ആസ്വദിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? കരയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ടും മതി വരാതെ കടലിൽ പോയി കിടന്ന് വ്യഭിചരിച്ചവനാ ഫിർഔൻ. നിനക്കറിയോ അവൻ കൊട്ടാരത്തിലെ സിംഹാസനത്തിലേക്ക് കയറുമ്പോ ഇങ്ങനെ പിടിച്ചു പിടിച്ചല്ലേ കയറാ. സിംഹാസനത്തിൽ കയറുമ്പോ പിടിച്ചു കയറും. അവന്റെ ചരിത്രം വായിച്ചു നോക്ക്. അവൻ സിംഹാസനത്തിലേക്ക് കയറുമ്പോൾ പിടിക്കാൻ നഗ്നരായ സുന്ദരികളായ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു. അവരുടെ ശരീരത്തിൽ പിടിച്ചിട്ട് അവൻ കയറുന്നത്. അവൻ അങ്ങനെ ജീവിച്ചവനാ. അങ്ങനെ ആസ്വദിച്ച് ജീവിച്ചവന്റെ വീടിനകത്ത ആസിയ അള്ളാനെ പേടിച്ച് ജീവിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിനകത്ത് അള്ളാനെ കയറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. രണ്ട് വിശദീകരിക്കുന്നില്ല. രണ്ട് ഈ ഔലിയാക്കന്മാർക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് നിരാശയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖമുണ്ടോ? പോയി. അത് പോയി, ഇത് പോയി. സങ്കടമുണ്ടോ? ഇല്ല. അള്ളാഹുടെ തീരുമാനം പോയി. അവർക്ക് നിരാശയില്ലടോ. അള്ളാഹു തന്നു, അള്ളാഹു കൊണ്ടുപോയി. എത്ര പടച്ച റബ്ബിന്റെ തീരുമാനം. അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും നഷ്ടപ്പെട്ട ഇന്നാലില്ല അൽഹംദുലില്ലാഹ്. ഇത് അവരുടെ മറുപടി. എന്തെങ്കിലും ഇപ്പൊ നിനക്ക് വീട് നഷ്ടപ്പെട്ടു, കച്ചവടം നഷ്ടപ്പെട്ടു, കടലിൽ പോയി മീനില്ല, തിരിച്ചു വന്നു, ഉണ്ടായിരുന്ന ജോലി പോയി, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉണ്ടായിരുന്ന ജോലി പോയി എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. നിനക്ക് എന്തെങ്കിലും രോഗം വന്നു, പറഞ്ഞു അൽഹംദുലില്ലാഹ്. അല്ലാഹുടെ ഖലാ. കരഞ്ഞാ മാറുവോ? ക്യാൻസർ വന്നു, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയ മാറുവോ? ഉണ്ടായിരുന്ന ജോലി പോയി, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയ ജോലി കിട്ടുമോ? ഇല്ല. അല്ലാഹുടെ ഖലാ, പടച്ച റബ്ബിന്റെ തീരുമാനം. അല്ലാഹ് തരുന്നു, എടുത്തു, അത്ര തന്നെ. നിരാശ പാടില്ല, സങ്കടം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്ക്. അല്ലോ, എനിക്ക് പടച്ചോനെ, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നു, നോമ്പുടിക്കുന്നവനായിരുന്നു, വഅദിന് പോകും, എന്തിനും കൊടുക്കും, എന്നിട്ട് അള്ളാഹ് എന്നോട് ഇത് കാണിച്ചു. പറയണെന്താ? ഉസ്താദ്, ഞാൻ എല്ലാത്തിനും മുമ്പന്തിയില്ല, എന്നിട്ട് എനിക്ക് ഈ രോഗം തന്നല്ലോ, ഈ ദുഃഖം തന്നല്ലോ. അങ്ങനൊന്നും പറയരുത് സഹോദര. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.